ഞങ്ങളിതുമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത പശ്ചാത്തലമിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി എൻ്റെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും MAG ഹോസ്പിറ്റൽ വൈസ് മൂലമായി ഇതിൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് അല്പസമയം അപ്പൻ്റെ പാദപീഠത്തിൽ ഇരിക്കുവാനും പൊന്മുഖത്തെ നോക്കുവാനും കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാനും ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയുവാനും കർത്താവെ ഇന്നും കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഉത്സാഹപ്പെടുത്തുവാനും അടിയന് നീ ശക്തിയും ബലനും ജീവനും ദീർഘായുസ്സും തന്നതിനായി സ്തോത്രം അപ്പച്ച. ഇന്നേക്ക് ഒരു ദിവസം കൂടെ തന്നല്ലോ, അതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രി മുഴുവനും കൺമണി പോലെ മറച്ചല്ലോ, അതിനായി സ്തോത്രം. ഒരു പുതിയ ദിവസത്തെ കാണുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം ദൈവം തന്നല്ലോ അപ്പച്ച, അതിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്കുള്ളിലുമായിരുന്നു ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അപ്പച്ചാതിൻ്റെ തൃപ്പാദത്തിൽ കൊടുക്കുകയാണ്. അവരെ കർത്താവ് അനുഗ്രഹിക്കണം, അവരുടെ ഭവനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം, അവരുടെ ഭാവിയെ കർത്താവ് അനുഗ്രഹിക്കണം, അവർ ചെയ്യുന്ന ജോലികൾ, അവരുടെ കർത്താവ് ജീവിതത്തിൻ്റെ സകല കർത്താവ് വഴികളിലും നിൻ്റെ അനുഗ്രഹം ഇരിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഒരുത്തർക്കും ഒരു ദോഷവും തട്ടരുത്. മരണക്കിടക്കയിൽ കിടക്കുന്നവരുണ്ട്, മരണത്തോട് മല്ലടിക്കുന്നവരുണ്ട്, തീരാതെ രോഗികളുണ്ട്, എല്ലാവരും കൈവിടപ്പെട്ടവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ആഹാരത്തിന് വഴിയില്ലാത്തവരുണ്ട്, കടബാധ്യതയുള്ളവരുണ്ട്. കർത്താവെ പല രീതിയിൽ ജീവിതം മുഴുവനും തകർന്നു പോയി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ടപ്പച്ച. എന്ത് വിധത്തിലും ഒരു ആശ്വാസം പറഞ്ഞു കൊടുക്കുവാൻ കഴിയാത്ത അളവിനുണ്ടപ്പച്ച. വർഷങ്ങളായി കിടക്കയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പച്ച. അവരെ എഴുന്നേൽപ്പിക്കാൻ വയ്യ, നടത്തുവാൻ വയ്യ. എൻ്റെ കുഞ്ഞ് ഇന്ന് എഴുന്നേൽക്കുമോ നാളെ എഴുന്നേൽക്കുമോ എന്നുള്ള ആ താല്പര്യത്തോട് കർത്താവെ കണ്ണുനീരോടെ കാത്തു കിടക്കുന്നവർ കർത്താവെ ശുശ്രൂഷിച്ച് അവർ ക്ഷീണിച്ചു പോകുന്ന പച്ച. എത്ര കാലങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി കിടക്കുന്നവരുണ്ട് ദൈവമേ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരം തൊട്ട് നീ സൗഖ്യമാക്കണം. ആ വേദനയ്ക്കകത്ത് ഒരു മാറ്റം കൊടുക്കണം. അവരെ കണ്ട് ചിരിച്ചവരും കളിയാക്കിയവരും പരിഹസിച്ചവരെല്ലാം ആശ്ചര്യപ്പെടത്തക്ക നിലമയിൽ എൻ്റെ ദൈവം ആ അത്ഭുതം ഒന്ന് ചെയ്യണമെന്ന് എൻ്റെ അപ്പച്ചൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തരെയും കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ, മറക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പച്ചൻ വൻകാര്യത്തെ ചെയ്താട്ട് അടിനെയും ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പുനർനാമം മഹത്വമെടുക്കുമാറാകട്ടെ. MAG ഹോസ്പിറ്റൽ വൈസ് മൂലമായി ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് ചേർന്ന് അല്പസമയം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ചിലവഴിക്കാൻ ദൈവം തന്ന ഭാഗ്യത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1148 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി, ഇന്നും ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനാണ് എന്നുള്ളതാണ് സത്യം. നമുക്കൊരു വാക്യം വായിക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. യോശുവ 3:5 എല്ലാവർക്കും കാണാപ്പാഠമായിട്ട് അറിയാവുന്നൊരു വാക്യമാണ്. പക്ഷേ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന് പല പ്രാവശ്യം എന്നെ പ്രേരിപ്പിച്ച് ഈ വാക്യം വെച്ച് വേണം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് കൊടുക്കുകയാണ്. 5-ാം വാക്യം പറഞ്ഞു, പിന്നെ ജോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. 40,000 ജനങ്ങൾ ജോശുവ ഇപ്പം നടത്തിക്കൊണ്ടുവരികയാണ്. അവരുടെ ജീവിതത്തിൽ ഇന്ന് വരയ്ക്കും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നടക്കാൻ പോവാം. ഈ ലോകത്തിൽ ആർക്കും നടന്നിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നടക്കാൻ പോവാം. ദൈവത്തിൻ്റെ വലിയ വീര്യ പ്രവർത്തികൾ അവർക്ക് വേണ്ടി റെഡിയായിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരം അവരുടെ നേരെ നീട്ടിയിട്ടുണ്ട്. അനുഗ്രഹത്തിൻ്റെ ഉറവിടം അവർക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. സകല നന്മ കൊണ്ടും അവരെ ഈ ദേശത്തിൽ എല്ലാവരും കണ്ട് പേടിക്കത്തക്ക നിലയിൽ, ഭ്രമിക്കത്തക്ക നിലയിൽ കർത്താവ് വൻ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ മുന്നും പിന്നും അവർക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല, പക്ഷേ ഇപ്പം നടക്കാൻ പോകുന്നു. അങ്ങനെ നടക്കേണ്ട സമയത്ത് ജോശുവ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു തടസ്സമാണ് ഇതിന് കാണുന്നത്. വേറൊരു തടസ്സവും ഇല്ല. ഈ ഒരു തടസ്സമാണ് ഇവരുടെ നന്മ ഇവരുടെ കയ്യിൽ വരാതെ ഇവർ നശിക്കാനുള്ള കാരണം ഇതാണെന്നുള്ളത് കണ്ടുപിടിച്ച് പറയുകയാണ്. പിന്നെ ജോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇത് ജോശുവയുടെ ഡ്യൂട്ടിയല്ല, ദൈവത്തിൻ്റെ ഡ്യൂട്ടിയല്ല. എന്നെ ശുദ്ധീകരിക്കേണ്ട ഡ്യൂട്ടി എൻ്റെ ഡ്യൂട്ടിയാണ്. അതേപോലെ ഇന്ന് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയ വേണ്ടിയ കാര്യങ്ങൾ, എത്രയോ വർഷങ്ങളായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്തുമാത്രം പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാത്രമല്ല, നിങ്ങൾ കരയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, രാത്രിയെല്ലാം ഉറക്കളയ്ക്കുന്നു, ഹോൾ നൈറ്റ് പ്രേയർ പ്രാർത്ഥിക്ക് പോകുന്നു. 40 ദിവസം, 21 ദിവസം, 7 ദിവസം, 10 ദിവസം നമ്മൾ ഉപവസിക്കുന്നു. രാത്രിയുടെ പാതിരാത്രി ഇരുന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, വെളുപ്പാങ്കാലത്ത് ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നു. എന്തുമാത്രം പ്രാർത്ഥന നമുക്കറിയുന്നവരെല്ലാം നമുക്ക് വേണ്ടി, എന്തുമാത്രം ദൈവദാസന്മാർ നമ്മുടെ തലയെ കൈവച്ച് നമ്മുടെ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് കാണുമായിരിക്കും. ഇങ്ങനെല്ലാം പ്രാർത്ഥിച്ചും എന്തുകൊണ്ട് എനിക്ക് ഒരു വിടുതലില്ല? ഇതൊരു വലിയ ക്വസ്റ്റ്യൻ അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ആബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ഏകസുതനായ ഈസാക്കിനെ ഇന്ന് എനിക്ക് ബലി കൊടുക്കണം. അവനൊരു മറുഉത്തരവും പറയാതെ
കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വേലക്കാരെയും വിളിച്ചുകൊണ്ട് വിറകും കത്തിയെടുത്തുകൊണ്ട് യാത്ര പുറപ്പെട്ടു. ഭാര്യയോടും പറഞ്ഞില്ല. അവർ പോയി മോറിയ മലയിൽ കയറുന്നതിന് മുന്നേ വേലക്കാരെ താഴ്ന്നിട്ട് എന്താ പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കുക, ഞാനും എൻ്റെ മോനും പോയി കർത്താവിനെ ബലി ചെലുത്തി ഞങ്ങൾ തിരിച്ചു വരാം, ആരാധന കഴിഞ്ഞ് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പോയി മലയിൽ പോയി അപ്പനും മോനും കൂടെ ചേർന്ന് ബലിപീഠം പണിതു, വിറകുകൾ അടുക്കി വെച്ചു. ആടിൻ്റെ സ്ഥാനത്തിൽ കുഞ്ഞിനെ അങ്ങോട്ട് എടുത്ത് കടത്തുകയാണ്. ഏതാണ്ട് ഒരു 16, 17, 18 വയസ്സ് കാണും തോന്നുന്നു. അവനാണ് ഈ മലയിൽ ഈ വിറക് ചുമന്നുകൊണ്ട് വന്നത്. അപ്പോൾ കട്ടാൻ നിശ്ചയമായിട്ടാണ് ആ പ്രാപ്തിയുള്ളവനാണ്, കൊച്ചി ചേർക്കണമൊന്നും അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനെ ഒറ്റ ഒരു മോനല്ല, ഇഷ്ടംപോലെ നെയ്യും പാലും ചോറും കൊടുത്ത് നല്ല അങ്ങനെ കൊഴുത്തു നിൽക്കുന്ന ഒരു ചെറുക്കനാണ്. അപ്പനെയല്ല ഒറ്റ കയ്യിൽ തൂക്കി നിർത്താനുള്ള ശക്തി അവന് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള കുഞ്ഞ് അപ്പൻ്റെ മുന്നിൽ കയറി കിടക്കുകയാണ് ബലിപീഠത്തിൽ. കിടന്നപ്പൻ അങ്ങോട്ട് കത്തി ഉയർത്തിയപ്പോഴാണ് സ്വർഗം തുറന്ന് വിളിച്ചു പറയുന്നു, അബ്രഹാമേ, കുഞ്ഞിൻ്റെ മേലെ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത് തന്നെ കൈനീട്ടിയെടുക്കുന്ന ഒരു ആട് കരയുന്ന ശബ്ദം കേൾക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മൾ ഈ അനുഗ്രഹത്തിന് വേണ്ടി അവിടെ ഇവിടെ എല്ലാം ഓടുകയാണ്. ആരോടെല്ലാം ഫോൺ ചെയ്ത് വിളിക്കാൻ പറ്റും അവരെല്ലാം വിളിച്ചങ്ങ് പറയുകയാണ്, എൻ്റെ പാസ്റ്ററെ, എൻ്റെ സഹോദര, എൻ്റെ സഹോദരി എന്ന് നമ്മൾ വിളിക്കുകയാണ്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഞാൻ നിങ്ങളെ ആരെയും കളിയാക്കി പറയുന്നതല്ല, വേദന കൊണ്ട് പറയുകയാണ്. ഈ കാര്യങ്ങൾ ഇവരങ്ങോട്ട് അപ്പനും മോനും കൂടെ ചെയ്ത് ക്ലിയർ ചെയ്തപ്പോൾ, കംപ്ലീറ്റ് അവരുടെ ഡ്യൂട്ടി അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അടുത്ത് കൈനീട്ടി എടുക്കുന്ന ഇടത്തിൽ ആ ബലിപീഠത്തുമേൽ വെച്ച് ബലി കൊടുക്കാനുള്ള ആട് റെഡിയായിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അനുഗ്രഹം എവിടെ ഇരിക്കുന്നത്? അടുത്തല്ല ഇരിക്കുന്നേ, വേറെ എവിടോട്ടും പോയി കടം മേടിക്കണ്ടാവും, അവിടെ തന്നെ ദൈവം വെച്ചിരിക്കുക. പക്ഷെ നമ്മുടെ കണ്ണത് കാണുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷമേ പറ്റത്തുള്ളൂ. സാരിബാത്ത് ഊരിലോട്ട് പോയി നോക്കിയാൽ ആ വിധവയുടെ പാത്രത്തിൽ അവൾ പറയുന്നത്, ചുരണ്ടി എടുത്ത ഒരു കൊച്ചപ്പം ചുടാം, തുടച്ചെടുത്ത ഒരു തുള്ളി എണ്ണ കിട്ടും, അത്രേ ഉള്ളൂ. അവിടെ കാണില്ല, അത്രേ കാണത്തുള്ളൂ. പക്ഷെ എലിയാവിൻ്റെ വാക്ക് അവൾ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ആ കലത്തിൽ തന്നെ മാവ് പൊങ്ങി വരുന്നു, ആ ഭരണിയിൽ തന്നെ എണ്ണ പൊങ്ങി വരുന്നു. വേറെ ഒരു പുതിയ കലമോ ഭരണിയോ ഒന്നും അവിടെ കൊണ്ടുവച്ചിട്ടില്ല. അതിനകത്ത് തന്നെ പഴയ കാലത്ത് ചിലപ്പോൾ അമ്മ ശ്രീധരൻ കൊടുത്ത കലമായിരിക്കും, പഴയ കാലത്ത് മേടിച്ച കലമായിരിക്കും. അവിടെ ജീവിതത്തിൽ അതാണ് മാവ് വയ്ക്കുന്ന കല, അതാണ് എണ്ണ വയ്ക്കുന്ന ഭരണി. ഒന്നുമില്ല, തുടച്ചാണ് എടുത്തത്. പക്ഷേ തുടച്ചെടുത്ത് ചുട്ടുകൊണ്ട് കൊടുത്ത് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ പൊങ്ങി തുളുമ്പുകയാണ്. ഒറ്റ ഒരു കുടം എണ്ണ, ഒരു ഭരണി എണ്ണ അവിടെ ഇരുന്ന് ആയിരക്കണക്കിന് ഭരണികളെ നിറയ്ക്കുകയാണ്. അങ്ങനെങ്കിൽ ദൈവത്തിൻ്റെ വാക്കിന് നമ്മൾ അനുസരിക്കുമ്പോൾ, അവിടെ എലിയാവിൻ്റെ വാക്കിന് ആ വിധവ അനുസരിച്ചു, ഇവിടെ ജോശുവയുടെ വാക്കിന് ഇന്നൊരു വിധവ അനുസരിച്ചു. അവിടെ വീട്ടിൽ ഭരണിയല്ല എണ്ണ കൊണ്ട് നിറയുന്നു, ഇവിടെ വീട്ടിൽ മാവ് എണ്ണയും തുളുമ്പി വഴിയുന്നു. എന്തുകൊണ്ട്? വാക്കിനനുസരിച്ചപ്പോൾ. അങ്ങനെങ്കിൽ ഇന്ന് ജോശുവ എന്തോ പറയുന്നത്, ഈ അബ്രഹാമിൻ്റെ മകന് വേണ്ടി അവിടെ ആടിനെ ദൈവം കരുതി. എന്തുകൊണ്ട്? അവൻ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർത്തപ്പോൾ ദൈവം അനുഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്നിവിടെ പറയുന്ന എന്നോട് പിന്നെ ജോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അങ്ങനെങ്കിൽ ഇന്ന് 1148 ദിവസമാണ്, നാളെ 1149 ദിവസമാണ്. അപ്പോൾ ഈ 48 അങ്ങോട്ട് കഴിഞ്ഞ് 49 കാല് വയ്ക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ ജോലിയിൽ എവിടെല്ലാം നിങ്ങൾക്ക് നന്മകൾ തടസ്സമായിരുന്നോ അവിടെല്ലാം, എവിടെല്ലാം വാതിൽ അടഞ്ഞു കിടന്നോ അവിടെല്ലാം, എവിടെല്ലാം നിങ്ങൾക്ക് മതിലായി ചുവരായി നിന്ന് നിങ്ങൾ അനുഭവിക്കേണ്ട നന്മകളെ തടുത്തു നിർത്തിയോ അവിടെല്ലാം എല്ലാ കർത്താവ് നാളെ ഓപ്പൺ ചെയ്യാൻ പോവുക. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇന്ന് നിങ്ങളെ എന്തോ ചെയ്യണം? പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. നമ്മുടെ വീട്ടിലെ ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയെ പോയി ശുദ്ധീകരിക്കണം, എൻ്റെ ഭാര്യയല്ല, അവളെ ഞാൻ എന്നെ ശുദ്ധീകരിക്കണം. മക്കളെ ശുദ്ധീകരിക്കണം. അവനവൻ തൻ്റെ പാപങ്ങളെ ദൈവത്തോട് വിളിച്ച് പറഞ്ഞ് എന്നെ ഒന്ന് കഴുകണമേ എന്ന് ആത്മാർത്ഥമായി കുടുംബത്തോട് നിങ്ങൾ കരഞ്ഞ് ഈ വചനത്തിൻ്റെ മുന്നേ മുട്ടുമടക്കുന്നുണ്ടെങ്കിൽ, ജോശുവയുടെ വാക്ക് കേട്ട് 40,000 പേരും അനുസരിച്ചപ്പോൾ പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ പോയി നോക്കാം. ദൈവം അനുവദിച്ച നാളെ മറ്റന്നാളൊക്കെ നോക്കാം. നടന്ന അത്ഭുതങ്ങൾ, ഈ ലോകത്തിൽ ആർക്കും നടന്നിട്ടില്ലാത്ത അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ, എല്ലാവരെയും ചിന്തിക്കக்கூடிய ഭ്രമിക്കக்கூடிய, ഒരുത്തനെയും കൊണ്ട് ഏറ്റെടുക്കുവാനോ വിശ്വസിക്കുവാനോ കഴിയാത്ത അത്ഭുതങ്ങളല്ലേ ദൈവം ചെയ്തത്. എപ്പോ? ഈ കാര്യം അവർ ചെയ്തപ്പോൾ 40,000 പേരും അനുസരിച്ചു. ഇന്ന് നിങ്ങളെ കൊണ്ട് അനുസരിക്കാൻ പറ്റുമോ? വിട്ടുകൊടുക്കാൻ പറ്റുമോ? ദയവീത് ചെയ്ത്, നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ അരികത്തുണ്ട്, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വരവേണ്ടതെല്ലാം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. നീ മലടിയായിരിക്കും, നീ മച്ചിയായിരിക്കും, കുഞ്ഞ് നിന്റെ കയ്യിൽ തന്നെ അവിടെ തന്നെ ഉണ്ട്, കുഞ്ഞവിടെ ഉണ്ട്.
ദൈവം കുഞ്ഞിനെ കൊടുക്കും. വിവാഹം തടസ്സമാണോ? ഭർത്താവ് നിനക്ക് വരവേണ്ടി വർണ്ണ അവിടെ ഉണ്ട്, നിനക്ക് വരവേണ്ടി മണവാട്ടി അവിടെ ഉണ്ട്, നിനക്ക് വരവേണ്ടി എല്ലാം ഉണ്ട്. വീട് പണിയാൻ കഴിയുന്നില്ലയോ? കർത്താവ് വീട് പണി തരും. എല്ലാം ദൈവം തരും. ജോലി കൈവിട്ടു പോയ വേറെ ജോലി ദൈവം തരും. എല്ലാം ദൈവം തരും. നശിച്ചു പോയല്ല, ഇല്ല. കുഞ്ഞുങ്ങൾ തലതെറിച്ചോ തിരിച്ചു വരും. കൈവിട്ടു പോയോ, ഭാര്യ പോയോ, ഭർത്താവ് പോയോ, എല്ലാം തിരിച്ചു വരും. വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. അപ്പോഴാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. യോശുവ എല്ലാവരെയും വിളിച്ചു, 40,000 പേരും വന്നു. അവിടെ നിൽക്കുമ്പോൾ പറയാണ്, ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അവരെല്ലാവരും അനുസരിച്ചു. ഒരുത്തൻ പോലും മടുപ്പ് പറയാതെ എല്ലാവരും അനുസരിച്ചപ്പോൾ ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ തുടങ്ങി. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ ദൈവമേ, ഈ സമയത്ത് ഒരു പ്രാവശ്യം കൂടി ഈ വാക്യത്തിലൂടെ നിന്നെ ഒന്ന് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും നിന്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം ഒരു ഭാഗ്യം തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ തങ്ങളെ തന്നെ അവരുടെ ഭവനത്തിലിരുന്ന് അവർ തന്നെ തങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കുവാൻ ദൈവസേനത്തെ ഞങ്ങളൊന്ന് വിട്ടുകൊടുക്കും. ഇത് പാസ്റ്റർ പറഞ്ഞ കറക്റ്റാണ്. എൻ്റെ ഭവനത്തിൻ്റെ അനുഗ്രഹങ്ങൾ തടസ്സം വേറെ ആരുമല്ല. വേറെ ആരും എനിക്ക് കൂടോത്രം ചെയ്തിട്ടില്ല. ആരും എന്നെ തകർക്കാൻ ഒന്നും പണിതിട്ടില്ല. ആരും എനിക്കൊന്നും ഒരു ശൂന്യം ഒന്നും എനിക്ക് ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഏതോ ഉണ്ട്, എൻ്റെ ഭവനത്തിൽ അതുണ്ട്, എൻ്റെ ജീവിതത്തിൽ അതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും തന്നെത്താൻ, നമ്മുടെ വീട്ടിൽ 4 പേരുണ്ട് 4 പേര്, 6 പേരുണ്ട് 6 പേര്, എല്ലാവരും, ഒരാൾ പോലും ഒതുങ്ങിയിരിക്കരുത്. എല്ലാവരും അങ്ങോട്ട് ഒന്നിച്ചേർന്ന് ഈ 40,000 പേരും അനുസരിച്ചതുപോലെ അങ്ങോട്ട് അനുസരിക്കുന്നുണ്ടെങ്കിൽ നാളെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ഇന്ന് നമ്മുടെ ജോലി ചെയ്യണം. നമ്മുടെ ഡ്യൂട്ടി ഇന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നാളെ ദൈവം തൻ്റെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യും. അബ്രഹാം തൻ്റെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തു. കുഞ്ഞിന് വേണ്ടി കർത്താവിടെ കുഞ്ഞിന് വേണ്ടി കരുതി. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. സാരിഭാത്തിലെ വിധവ തൻ്റെ ഡ്യൂട്ടി ചെയ്തു, കർത്താവിൾക്ക് വേണ്ടി കരുതി. എലിശാവിൻ കാലത്തിലെ പ്രവാചകന്റെ മരുമോൾ അവൾ ചെയ്യേണ്ട കാര്യം ചെയ്തപ്പോൾ അവിടെ ഭാര്യന് കുടുംബത്തിൻ്റെ കടബാധ്യതകളും അവിടെ ജീവിതത്തിൻ്റെ എല്ലാം നഷ്ടപ്പെടുമെല്ലാം തിരിച്ചു കൊടുത്ത് അവിടെ ഉപജീവനത്തിനുള്ള വഴി കർത്താവ് തുറന്നു കൊടുത്ത് നമ്മുടെ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിശ്ചയമായി വിശ്വസിക്കുക, നിശ്ചയമായി ഏറ്റെടുക്കുക. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും ഭ്രമിക്കത്തക്ക നിലയിൽ, എല്ലാവരും ആശ്ചര്യപ്പെടത്തക്ക നിലമേൽ വലിയ അത്ഭുതം കർത്താവ് ചെയ്യും. വലിയ അത്ഭുതം കർത്താവ് ചെയ്യും. പക്ഷേ നമ്മളിത് ചെയ്യണം, മനഃപൂർവ്വമായി ചെയ്യണം. ചുമ്മാ ഞാൻ പറഞ്ഞതുകൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇരിക്കരുത്. ദൈവം വേണ്ട എന്ന് പറയുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ദൈവം വെറുക്കുന്ന, ദൈവം ഏറ്റെടുക്കാത്ത, സ്വീകരിക്കാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട. യേശുവച്ച, എന്നെ നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തുകയാണ്, എന്നെ വിട്ടുകൊടുക്കുകയാണ്, എന്നെ ഒന്ന് കഴുകണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പോയി ചങ്ക് പൊട്ടി അങ്ങോട്ട് നിന്റെ വസ്ത്രത്തെ അല്ല ഹൃദയത്തെ കീറിക്കൊണ്ട് ദൈവസനെ മുട്ടുമടക്കി കരയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയം നാളേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമാണ്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അത്ഭുതമാണ്. നിങ്ങളുടെ ഭവനത്തിൽ അത്ഭുതമാണ്. മച്ചിയായി കിടക്കുന്നവരെല്ലാം അമ്മയാകെ മാറാൻ പോവാണ്. വിവാഹം തടസ്സമായ കുഞ്ഞുങ്ങൾക്കെല്ലാം വിവാഹം നടക്കാൻ പോകുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ പോകുന്നു. വീടില്ലാത്തവർക്ക് വീട് ലഭിക്കാൻ പോകുന്നു. ദാരിദ്ര്യം, പട്ടിണി, കടബാധ്യത എല്ലാം മാറി നിങ്ങളൊരു ഇല വീഴാത്ത ഒരു മരത്തെ പോലെ ദൈവം നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. അത്ഭുതത്തിന്റെ വീര്യ പ്രവൃത്തി നിങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയ്ക്കും കണ്ടത് അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയങ്ങളും ദൈവം നാളേക്ക് ചെയ്യുമെന്ന്. ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറത്തില്ല. ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. അപ്പോ ഈ 1149 ദിവസത്തിലേക്ക് നമ്മുടെ കാലെടുത്ത് വയ്ക്കുമ്പോൾ അത്ഭുതത്തിലേക്ക് വേണം കാലെടുത്ത് വയ്ക്കാൻ. 1149 ദിവസത്തിലേക്ക് ഇവിടെ കണ്ണ് തുറക്കുമ്പോൾ അത്ഭുതം വേണം കണ്ണ് കാണാൻ. ദൈവം അത് ചെയ്യും. ജോശുവയുടെ വാക്കിനെ 40,000 പേരും അനുസരിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെട്ടത് പിന്നീട് നമുക്ക് പുറമോട്ട് പോയി കാണാം. നിശ്ചയമായി കർത്താവ് നിങ്ങൾക്ക് ചെയ്യും. അടഞ്ഞ വഴിയെല്ലാം നിങ്ങൾക്ക് തുറക്കും. എല്ലാ മതിലുകളും തകരും, എല്ലാ കോട്ടകളും തകരും, എല്ലാ ശത്രുവിൻ്റെ ക്രിയകളും അത് നശിക്കും. ദുഷ്ടന്റെ സകല പ്രവൃത്തികളും ഒന്നുമില്ലാതെ പോകും. നിങ്ങളെ തകർക്കുവാൻ വന്നവൻ തകരും, നിങ്ങളെ നശിപ്പിക്കാൻ വന്നവൻ നശിച്ചു പോകും, നിങ്ങളെ ഒന്നുമില്ലാതാക്കുവാൻ ശൂന്യമാക്കാൻ വന്നവൻ ശൂന്യമാകും. നിങ്ങൾക്കൊരു കേടും വരത്തില്ല. നിങ്ങൾ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെടും, വിടുതൽ പ്രാപിക്കും, സൗഖ്യം പ്രാപിക്കും, ആരോഗ്യമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൈവിട്ടു പോയതെല്ലാം തമ്പുരാൻ നിങ്ങൾക്ക്
തിരിച്ചു തരും, നിങ്ങൾക്ക് തിരിച്ചു തരും. നിങ്ങൾ നന്നായിരിക്കാനായി പ്രാർത്ഥന, നിങ്ങളുടെ വീട് ഇടിയാനല്ല ഈ പ്രാർത്ഥന, നിങ്ങളുടെ വീട് പണിയാനായി പ്രാർത്ഥന, നിങ്ങൾ നശിച്ചു പോകാനല്ല ഈ പ്രാർത്ഥന, നിങ്ങൾ വളരാനാണ്, നിൽക്കാനാണ്, നിങ്ങൾ എഴുന്നേറ്റ് കാലുകുത്തി നിൽക്കാനാണ്, തലനിമിർന്ന് നിൽക്കാനാണ് ഈ പ്രാർത്ഥന. ദൈവം നിങ്ങൾക്ക് ആ ഭാഗ്യം തരട്ടെ. ദൈവം അത് തരും ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവേ, ഈ വാക്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ മനഃപൂർവ്വമായി തങ്ങളൊന്ന് വിട്ടുകൊടുത്ത് കണ്ണീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ച് മുട്ടേ നിന്നുകൊണ്ട് സ്വർഗത്തിലോട്ട് കരമുയർത്തി ഏങ്ങൽ അടിച്ചുകൊണ്ട് വസ്ത്രമല്ല ഹൃദയത്തെ കീറിക്കൊണ്ട് കർത്താവേ കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് തങ്ങളെ മുഴുവനുമായി സമർപ്പിച്ച് ഓരോ ഭവനങ്ങളും ഓരോ ദൈവസഭകളും ഓരോ വ്യക്തികളും കർത്താവേ നിന്റെ ഹൃദയത്തിനേറ്റ പ്രകാരം നീ ആഗ്രഹിക്കുന്ന പ്രകാരം എല്ലാവരും ശുദ്ധീകരണം പ്രാപിക്കുവാൻ, കഴുകൽ പ്രാപിക്കുവാൻ കർത്താവ് സഹായിച്ചാട്ട്. അവിടെ പറയുന്ന കേട്ടോ, പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ജനങ്ങളത് ചെയ്തു. അടുത്ത് നമ്മൾ നാളെ കത്താനിച്ച് നോക്കാം, അത്ഭുതം എന്താ നടന്നു നോക്കാം. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയാതെ തന്നെ നടക്കും. അടുത്ത ദിവസം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുന്നേ, പാസ്റ്റർ നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് നടന്നു, എന്നെ അങ്ങോട്ട് വിട്ടുകൊടുത്തു, എൻ്റെ ഭവനത്തെ അങ്ങോട്ട് വിട്ടുകൊടുത്തു, ഞങ്ങൾ ഒന്നിച്ചങ്ങോട്ട് കരഞ്ഞു, കർത്താവ് കരച്ചിൽ കേട്ട് ഇറങ്ങി വന്നു, അത്ഭുതം പ്രവർത്തിച്ചു പാസ്റ്റർ, അയ്യോ സ്വർഗത്തിൽ നിന്ന് നൂലെ കെട്ടി തരുന്നത് പോലെ ഞങ്ങൾക്ക് നടന്നു, നടക്കാൻ വയ്യാത്ത നടക്കുന്നു, എഴുന്നേക്കാൻ വയ്യാത്ത എഴുന്നേൽക്കുന്നു, സംസാരിക്കുന്നു, കാണാത്തവർ കാണുന്നു, കേൾക്കാത്തവൻ കേൾക്കുന്നു. പാസ്റ്ററെ എല്ലാം മരിച്ചത്, എല്ലാ അവയവങ്ങളും പോയതാ, എല്ലാം ഫെയിലറാണ്, പക്ഷെ എല്ലാം ഇപ്പം മാറി, ഒരു പുതിയ അനുഭവത്തിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു, ഒരു പുതിയ സന്തോഷത്തിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു, ഒരു പുതിയ ഒരു അനുഭവം. കുഞ്ഞെത്രയോ വർഷങ്ങളായി കിടക്കയിലാണ്, അവനിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു, അവൻ നടക്കുന്നു, അവൻ സംസാരിക്കുന്നു, അവൻ കൈകൊണ്ടെടുത്ത് കഴിക്കുന്നു. ഇത് നിങ്ങൾ കാണണം, കേൾക്കണമെങ്കിൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഈ ഒരൊറ്റ കാര്യം, 10 പൈസന് ചെലവില്ല, ഒരു 5 പൈസന് ചെലവില്ല, ഒരു സിംഗിൾ പൈസ ഇതൊക്കെ ചെലവില്ല. നിങ്ങളെ ശുദ്ധീകരിപ്പീൻ. കർത്താവ് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. നിങ്ങൾ ക്ഷീണിക്കരുത്, തളരരുത്, ഇത് തള്ളിക്കളയരുത്. ഇതെനിക്കറിയാവുന്നതാണ്, ഞാൻ ഒത്തിരി വായിച്ചതാ, ഞാൻ പ്രബോധിച്ചതാ, എനിക്കറിയാം. ഇല്ല, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തെങ്കിൽ നിശ്ചയം ഈ സാക്കിന് വേണ്ടി ആടിനെ കരുതിയ ദൈവം, വിധവയുടെ വീട്ടിൽ മാവ് എണ്ണയും കരുതിയ ദൈവം, ആ വിധവയുടെ വീട്ടിൽ എണ്ണയും കർത്താവ് കരുതി കൊടുത്ത ദൈവം നിശ്ചയം നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കും, നിശ്ചയം പ്രവർത്തിക്കും. കർത്താവ് നീ പ്രാർത്ഥനയായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങൾ ഇതുപോലെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തണം. ഒരുത്തരും തളരരുത്, ഒരുത്തരും ക്ഷീണിക്കരുത്, ഒരുത്തരും നഷ്ടപ്പെട്ടു പോകരുത്. പ്രാർത്ഥന അപ്പച്ചൻ കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. നിശ്ചയമായിട്ട് ഏറ്റെടുക്കുക, വിശ്വസിക്കുക. നിശ്ചയമായി കർത്താവ് നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കും. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.